Hello everyone, let's decode our daily life with psychology. നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഒക്കെ കുറേ കാലം മുന്നേ നടന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ഒരു എംബാരസിങ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ആലോചിച്ച് ക്രിഞ്ചടിച്ചിട്ടില്ലേ? നമുക്ക് തോന്നില്ലേ, അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. ആ ഒരു സാധനം നിങ്ങൾക്ക് തോന്നാറില്ലേ? അതായത് എത്രയോ മുമ്പ് നടന്നതായിരിക്കും, പക്ഷെ ഒരു എംബാരസിങ് മൂമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരാറില്ലേ, ഭയങ്കര ഫ്രഷ് ആയിട്ട് കയറി വരാറില്ലേ? സോ വൈ ഡു എംബാരസിങ് മൂമെൻറ്റ്സ് സ്റ്റേ ഫ്രഷ് ഇൻ അവർ മൈൻഡ്സ്? ഇതിൽ സൈക്കോളജിയുടെ കൺസെപ്റ്റാണ് നെഗറ്റിവിറ്റി ബയാസ് ആൻഡ് ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബ്രെയിൻ ആ ഒരു ഇമോഷണൽ പെയിനിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു എംബാരസിങ് മൂമെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ഇമോഷണൽ പെയിൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഒരു പെയിനെ നമ്മളുടെ ബ്രെയിൻ പ്രയോറിറ്റൈസ് ചെയ്യും. എന്തിനാണെന്ന് പറഞ്ഞാൽ പെയിൻ ആയതുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നതല്ല, ഇനി ആ കാര്യം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിൻ അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദ ബ്രെയിൻ ഈസ് ആക്ച്വലി ട്രൈയിങ് ടു പ്രൊട്ടക്റ്റ് യു ഫ്രം റിപ്പീറ്റിംഗ് ദ സെയിം. ഓക്കെ, ഈ ഒരു എംബാരസിങ് മൂമെൻറ്റ് ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെയിനിൽ അത് ഫ്രഷ് ആയിട്ട് ബ്രെയിൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കത് ചെറിയൊരു ബുദ്ധിമുട്ടാണ് വീണ്ടും വീണ്ടും അതേ കാര്യം നമ്മൾ ആലോചിച്ച് വരുന്ന സമയത്ത്. ബട്ട് ഗെസ് വാട്ട്, നോ വൺ എൽസ് റിമെമ്പേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എംബാരസിങ് മൂമെൻറ്റ് നിങ്ങളുടെ മൈൻഡിൽ മാത്രമാണല്ലേ, ബാക്കിയുള്ളവരൊക്കെ എപ്പോഴോ മൂവ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ആൾക്കാർക്ക് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള വലിയ സമയമൊന്നുമില്ല. ഓക്കെ, അവർക്ക് അവരവരുടെ കാര്യം തന്നെ ആലോചിക്കാനുള്ള സമയമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും, അവരിപ്പോഴും അത് ആലോചിച്ചിരിക്കുന്നുണ്ടായിരിക്കുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളിവിടെ ക്രിഞ്ചടിച്ചോണ്ടിരിക്കുക. അയ്യോ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നോ വൺ എൽസ് കെയർസ്. സോ പ്ലീസ് ബി കൈൻഡ് ടു ദ പാസ്റ്റ് യു. ഓക്കെ, സ്വയം കുറച്ച് കൈൻഡ്നെസ് ഒക്കെ കാണിക്കുക. ബാക്കിയുള്ളവരോട് നമ്മൾ എന്തായാലും കൈൻഡ്നെസ് കാണിക്കുന്നുണ്ടല്ലോ, സോ കുറച്ച് സ്വന്തമായിട്ട് കുറച്ച് കൈൻഡ്നെസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു എഫക്റ്റ് സൈക്കോളജിയിലുള്ളതാണ്. ആക്ച്വലി നമ്മളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ ബ്രെയിൻ ട്രൈ ചെയ്യുന്നത് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു എംബാരസിങ് മൂമെൻറ്റ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ബാക്കിയുള്ളവരുടെ മൈൻഡിൽ അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.